തിരുവനന്തപുരം ഗവൺമെന്റ് കോളേജ് ഹോസ്റ്റലിൽ എക്സൈസിന്റെ മിന്നൽ പരിശോധന. തമിഴ്നാട് സ്വദേശി താമസിച്ചിരുന്ന മുറിയിൽ നിന്നും 20 ഗ്രാം കഞ്ചാവ് കണ്ടെത്തി. ഹോസ്റ്റലിനുള്ളിൽ കഞ്ചാവും MDMAയും ഉണ്ടെന്ന് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. റിപ്പോർട്ട്. രാവിലെ 11 മണിയോടെയാണ് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ S. ഹരികൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം ഹോസ്റ്റലിലെത്തിയത്. കോളേജ് അടച്ചിട്ടും ഹോസ്റ്റലിൽ തുടരുന്ന വിദ്യാർത്ഥികളിൽ കഞ്ചാവും MDMAയും കൈവശമുണ്ടെന്നായിരുന്നു രഹസ്യ വിവരം. പരിശോധനയിൽ 455 നമ്പർ മുറിയിൽ നിന്നും 20 ഗ്രാം കഞ്ചാവ് പിടികൂടി. തമിഴ്നാട് സ്വദേശിയാണ് മുറിയിൽ കഴിഞ്ഞിരുന്നത്. ഇയാൾ ഒളിവിലാണെന്നാണ് വിവരം. ആകെ 15 മുറികളിലാണ് പരിശോധന നടന്നത്. SFIയുടെ ആവശ്യപ്രകാരമായിരുന്നു പരിശോധനയെന്ന് ജില്ലാ സെക്രട്ടറി അവകാശപ്പെട്ടു. ഇത് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലാണ്. ഇതിനകത്ത് SFIക്കാർ മാത്രമല്ല താമസിക്കുന്നത്. ഇതിനകത്ത് മുകളിലത്തെ ബ്ലോക്കിൽ നിന്ന് റൂമിൽ നിന്നാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബ്ലോക്കിനകത്ത് നിലവിൽ ഒരു SFI പ്രവർത്തകനും ആ ബ്ലോക്കിനകത്ത് താമസിക്കുന്ന ആളുകളില്ല. തമിഴ്നാട് സ്വദേശിയാണ് ഇതിനകത്ത് കസ്റ്റഡിയിലെടുത്തത് എന്നാണ് പറയുന്നത്. വിശദമായ അന്വേഷണം വേണമെന്ന് KSUവും ആവശ്യപ്പെട്ടു. SFI ശക്തി കേന്ദ്രങ്ങളായ ഹോസ്റ്റലുകളിൽ ലഹരി കച്ചവടം നടത്തുന്നുവെന്നും ABVP വിമർശിച്ചു. അതേസമയം ഹോസ്റ്റൽ കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലാണെന്നും എക്സൈസിന്റെ പരിശോധനയെ സ്വാഗതം ചെയ്യുന്നുവെന്നും വൈസ് ചാൻസലർ വ്യക്തമാക്കി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.